പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവം നമ്മെ നമ്മുടെ ജീവിതയാത്രയിൽ എങ്ങനെ സഹായിക്കുമെന്നും നമ്മുടെ വഴികൾ എങ്ങനെ മുന്നോട്ട് നയിക്കുന്നുവെന്നും പങ്കുവെക്കുന്ന വചനഭാഗമാണ് ധ്യാനിക്കുന്നത്. സങ്കീർത്തനം 119, 105 വചനം ഇപ്രകാരമാണ്: നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് ഒരു വിളക്കും എൻ്റെ പാതയിൽ വെളിച്ചവുമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ മുഴുവനുമായും മാർഗനിർദ്ദേശം നൽകുന്നു. ഏതു കാര്യങ്ങൾക്കും പ്രിയമുള്ളവരെ, വചനത്തെ ആശ്രയിച്ചുകൊണ്ട് വചനത്തിൽ നിറഞ്ഞു ജീവിക്കുമ്പോൾ നമുക്ക് തെറ്റുപറ്റില്ല എന്നും നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ നയിക്കുന്ന വലിയ പ്രചോദനമല്ല, അപ്പുറമായിട്ടും നമ്മുടെ ജീവിതത്തെ മുഴുവനുമായി നയിക്കുന്ന ഒന്നാണ് വചനമെന്ന് പറയുക. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ പാതയെ പ്രകാശിപ്പിക്കുന്നു. ജീവിതയാത്രയിൽ നമ്മെ കൂടെ ഉണ്ടാവുകയും ഏതവസ്ഥയിലും ഏതവസരത്തിലും കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തി നയിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പറയുന്നത്, ഒരു ക്രിസ്തുവിനെ അനുയായി എന്നതിൻ്റെ അർത്ഥം ദൈവവചനത്തിന് കീഴടങ്ങുകയും അതിൽ ആശ്രയിക്കുകയും ചെയ്യുക മാത്രമല്ല, മറിച്ച് വചനത്തിൻ്റെ ആഴമേറിയ അർത്ഥം കൂടുതൽ നന്നായി അറിയാൻ ശ്രമിക്കുകയും ചെയ്യുക. അതാണ് പ്രിയമുള്ളവരെ. അപ്പോൾ വചനത്തിൻ്റെ അർത്ഥം ആഴപ്പെട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം, അതിനോട് ശ്രമിക്കുകയും ചെയ്യണം. അപ്പോൾ എൻ്റെ കാലുകൾക്ക് വിളക്കെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, വഴികാട്ടിയായി വചനം പ്രവർത്തിക്കണം. അപ്പോൾ നമുക്കറിയാം, ഒരാൾ മുന്നേ നമ്മൾ നയിക്കുന്നു എന്ന പോലെ തന്നെ അതിൻ്റെ പിന്നാലെ നാം പോകുന്നു. വചനം എന്ന് പറയുന്ന ഒരു വഴികാട്ടിയാണ്, നമ്മളെ നയിക്കുന്ന വഴികാട്ടിയാണ്. ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇടറുകയോ തളരുകയോ ചെയ്യുമ്പോൾ തെറ്റായ തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ട അവസ്ഥ വരികയോ ചെയ്യുമ്പോൾ അതെല്ലാം ഒഴിവാക്കുവാൻ വചനമാകുന്ന കണ്ണാടി നമ്മെ സഹായിക്കും. അപ്പോൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നേരായ വഴിയിലൂടെ മുന്നേറാൻ പറ്റും, തെറ്റായ വഴി മാറ്റുവാൻ സാധിക്കും. യഥാർത്ഥ എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് പ്രചോദനവും ശക്തിയും വഴിയുമായി മാറുകയാണ്. ഓക്കെ, വീണ്ടും നമ്മുടെ പാതയെ ജ്വലിപ്പിക്കും. ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വെളിച്ചം എപ്രകാരം നമ്മുടെ പാതയെ പ്രകാശിപ്പിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വചനം ജ്വലിപ്പിക്കും. അതുപോലെ നമ്മുടെ പ്രവൃത്തിയുടെ അനന്തരഫലം ഒക്കെ തിരിച്ചറിയുവാൻ നമ്മളെ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം ആഴപ്പെട്ട് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയാൽ പുതിയ ബോധ്യങ്ങളും അർത്ഥമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, വചനത്തിൻ്റെ ആഴമായ അർത്ഥം മനസ്സിലാക്കി ജീവിക്കുവാനും എൻ്റെ പാദങ്ങൾക്കും ജീവിതത്തിനും വഴികാട്ടിയാണെന്ന ബോധ്യത്തോട് മുന്നേറുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വയം വെളിപ്പെടുത്തുന്ന ദൈവമേ, നിന്നെ പ്രകാശിപ്പിക്കുന്ന വചനത്തിൽ എപ്പോഴും ആശ്രയിക്കുവാൻ എന്നെ സഹായിക്കണമേ. വചനം പതിവായി വായിക്കുവാനും പഠിക്കുവാനും നന്നായി ചിന്തിക്കുവാനും എല്ലാ ദിവസവും കർത്താവെ എന്നെ സഹായിക്കണമേ. വചനത്തിൻ്റെ മാധുര്യം അനുഭവിക്കാനും നുകരുവാനും കർത്താവെ എന്നെ സഹായിക്കണമേ. വചനത്തിൽ നിറയുമ്പോൾ ദൈവത്താൽ നിറയുന്ന ഒരു ശക്തിയായി മാറുവാൻ എൻ്റെ വചനത്തോടുള്ള ആഭിമുഖ്യം ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് അമ്മയായ പരിശുദ്ധ കന്യാമറിയമേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. അച്ഛൻ ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.